ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് നമുക്ക് എന്ന് രാവിലെ എണീക്കുമ്പോഴേ നല്ല മഴ കണ്ടിട്ടാട്ടോ നമ്മുടെ ഓരോ പ്രഭാതം സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ ഇന്ന് എന്തായാലും രാവിലെ പുറത്തിറങ്ങിയപ്പോൾ അങ്ങനെ മഴയൊന്നും ഇല്ല കേട്ടോ. പക്ഷെ അങ്ങനെ തെളിഞ്ഞൊരു അന്തരീക്ഷം ഒന്നും പറയാൻ വേണ്ടി പറ്റില്ല. ഒരു മൂടൽ തന്നെയാണ് കേട്ടോ. പിന്നെ തെളിയാനുള്ള ചാൻസ് ഉണ്ടോ അതോ ഇനി മഴയാണോ ഒന്നും അറിയില്ല കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ രാവിലത്തെ പരിപാടിയൊക്കെ ഒന്ന് തുടങ്ങാം കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് രാവിലെ കഴിക്കാനായിട്ട് ഈ ദോശയാണ്. അപ്പോൾ ദോശയും ചട്നിയൊക്കെ ഉണ്ടാക്കി നമ്മളവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് തീയൊക്കെ പിടിപ്പിച്ച് ഞാൻ കഞ്ഞിക്കുള്ള വെള്ളം കൂടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തോരൻ വെക്കണം, കറി വെക്കണം, അങ്ങനെ കുറേ പണികളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നല്ല എല്ലാം നമുക്ക് ഓരോന്നായിട്ട് ചെയ്യാം. അതേപോലെ തന്നെ തോരൻ വെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പയറെടുക്കാൻ വേണ്ടി വന്നിട്ടുള്ളതാണേ. പയറുണ്ട് കേട്ടോ, അത്യാവശ്യം നമുക്ക് നല്ല രീതി തന്നെ ഉണ്ടായിട്ടുണ്ടേ. അപ്പോൾ ഇത് അങ്ങോട്ടേക്ക് ഫുള്ള് ഉണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു മതിൽ പന്തലാട്ടോ നമ്മുടെ ഈ ഒരു പയറിന് ഇത്രയും നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ നീളം വെക്കാനും അതുപോലെ തന്നെ നന്നായിട്ട് നമുക്ക് പയർ വേണ്ട ഒരു ടൈമിൽ ഇവിടെ വന്ന് പൊട്ടിക്കാനുള്ള അത്രയും നല്ല അടിപൊളിയായിട്ട് നിർത്തിയിട്ടുള്ള നമ്മുടെ ഈ ഒരു മതിൽ പന്തലാട്ടോ. നന്നായിട്ട് ആ ഒരു പന്തലിൽ എനിക്ക് മുകളിലേക്കൊക്കെ ഉണ്ട്. എനിക്ക് ചിലതൊന്നും അങ്ങനെ കൈ വെച്ചിട്ട് പറിക്കാൻ പോലും പറ്റുന്നില്ല കേട്ടോ. കാരണം അത്രയും നല്ല ഹൈറ്റിലേക്കൊക്കെയാണ് വന്നിട്ടുള്ളത്. ഇടയ്ക്കിടയ്ക്ക് നമ്മളിവിടുന്ന് പറിക്കാറുണ്ട്. അതേപോലെ തന്നെ ഒരു കളറൊന്നും അല്ലല്ലോ, കുറച്ച് അധികം കളർ വെറൈറ്റികൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. എല്ലാം പാടെ ഇങ്ങനെ മിക്സ് ആയിട്ടാട്ടോ നട്ടിട്ടുള്ളത്. അപ്പോൾ ഇതാ ഹൈറ്റിലേക്ക് പോയിട്ടുള്ളതൊക്കെ ഞാനിങ്ങനെ താഴ്ഭാഗം വെച്ചിട്ട് ഇങ്ങനെ വലിക്കുമ്പോൾ ചിലതൊക്കെ പകുതിക്ക് വെച്ച് പൊട്ടി വരിക കേട്ടോ. ചിലതൊക്കെ കറക്റ്റായിട്ട് തന്നെ വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇതാ നോക്കി രാവിലെ തന്നെ ഒന്നും മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് 2-3 പട്ടികളൊക്കെ ഇതാ റോട്ടിൽ കൂടെ ഇങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ എന്തായാലും നമുക്ക് വേണ്ട കുറച്ച് പയറൊന്ന് പൊട്ടിച്ചെടുക്കട്ടെ. എന്നിട്ട് നമുക്ക് ഇതെല്ലാം കൊണ്ടുപോയിട്ട് തോരൻ വെക്കണം, അതുപോലെ തന്നെ മിറ്റടിക്കണം, കുറേ പണികൾ ചെയ്യാനുണ്ട്. അപ്പോൾ എന്തായാലും മഴ വരുന്നതിന് മുന്നായിട്ട് നമുക്ക് പുറത്തുള്ള പണികളൊക്കെ പെട്ടെന്ന് അങ്ങ് തീർക്കാം കേട്ടോ. കാരണം മഴ എപ്പോൾ പെയ്യുന്നൊന്നും പറയാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ എന്തായാലും ഞാൻ അതിന് മുന്നായിട്ട് അങ്ങനത്തെ കുറച്ച് പണികളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്യട്ടെ. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മൾ പൊട്ടിച്ചെടുത്തുള്ള ഒരു പയർ ഫുള്ള് ഞാനിതാ കൊണ്ടുപോയിട്ട് തോരൻ വെക്കാൻ വേണ്ടി അടുപ്പിൽ വെച്ചിട്ടാട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ചെറിയൊരു തീയിലിട്ടിട്ട് വന്നിരിക്കുകയാണ്. ഇന്ന് നമുക്ക് മിറ്റൊന്ന് അടിക്കാം കേട്ടോ. അപ്പോൾ ഇന്നലേക്ക് ഞാൻ രാവിലെ ഒന്നും മിറ്റടിച്ചില്ല കേട്ടോ. ഒരു 10-11 മണിയൊക്കെ ആയപ്പോഴാട്ടോ ഒന്ന് ചെറിയൊരു മഴ തോർച്ചയുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ടൈമിന് ഒരു 10 മിനിറ്റ് നേരം ഉണ്ടായിരുന്നു കേട്ടോ ഒരു തോർച്ച. അപ്പോൾ ആ ഒരു ടൈമിലൊന്ന് അടിച്ചിടുകയാണ് ചെയ്തത്. വലിയ രീതിയിൽ ചപ്പൊന്നുമില്ല കേട്ടോ, കാരണം കാറ്റ് കുറവായിരുന്നു കേട്ടോ 2 ദിവസമായിട്ട്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ അങ്ങനെ നമുക്ക് ചപ്പൊന്നും ഇങ്ങനെ അടിക്കാനൊന്നുമില്ല. എന്നാലും നമുക്ക് ജസ്റ്റ് ഒന്ന് അടിച്ചിടാം കേട്ടോ എല്ലാവരുടെയും. പിന്നെ പുല്ലൊക്കെ ചില സ്ഥലങ്ങളിലേക്കൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്താണ് നമുക്ക് പുല്ലൊക്കെ ഒന്നുമില്ലെങ്കിൽ കളനാശിനിക്ക് അടിച്ച് എല്ലാം ഒന്ന് ക്ലിയർ ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കൈ വെച്ചിട്ട് തന്നെ പറിക്കണം. ചില പുല്ല് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് എത്ര കൈ വെച്ചാലും അങ്ങ് പെട്ടെന്നൊന്നും പറിക്കാൻ കിട്ടില്ല കേട്ടോ. അത്രയും നല്ല ഹാർഡായിട്ടുള്ള പുല്ലാണ്. കാരണം ഇനിയിപ്പോൾ എത്ര മഴ പെയ്യുമെന്ന് പറഞ്ഞാൽ നല്ല എന്താ പറയുക നല്ല കട്ടിയുള്ള വേരുകളൊക്കെ കേട്ടോ. അപ്പോൾ എന്തായാലും നോക്കി നോക്കാം നമുക്ക്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അല്ലാതെ തന്നെ കളനാശിനി ആയാലും അടിച്ചിട്ട് നമുക്ക് ഫുള്ളൊന്ന് ക്ലിയർ ചെയ്യണം പെട്ടെന്ന് തന്നെ. പിന്നെ അതാ നമ്മുടെ ഈ ഒരു മെലസ്റ്റോം ഉണ്ടല്ലോ. അപ്പോൾ അതിലേക്ക് നോക്കി മഴ പെയ്യാൻ തുടങ്ങിയതിന് ശേഷം ഒരുപാട് പൂക്കളായിട്ട് ഇങ്ങനെ കൊഴിഞ്ഞ് ഇങ്ങനെ താഴേക്ക് ഇങ്ങനെ കിടക്കുന്ന ഒത്തിരി ഉണ്ട് കേട്ടോ. ഞാൻ ആ ഒരു പൂ മൊത്തം അതിൻ്റെ ചുവട്ടിലേക്ക് തന്നെ അങ്ങ് അടിച്ച് കൂട്ടുവാണേ. അപ്പോൾ അതെന്തായാലും അതിനൊരു വളം ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇപ്പോൾ അതിൻ്റെ ചുവട്ടിലേക്ക് ഇടുക കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിലുണ്ട് കേട്ടോ പൂവ്. പിന്നെ ഇപ്പോൾ മഴയ്ക്ക് ശേഷം നമ്മുടെ ഗാർഡനിലൊക്കെ നമ്മൾ കുറച്ചധികം അറേഞ്ച്മെൻറ്റ്സും അതുപോലെ കുറച്ചധികം പരിപാടികളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഏരിയയിലൊക്കെ കാണുന്ന ഈ ഒരു പ്ലാന്റ്സൊന്നും നേരത്തെ നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നുണ്ട്. അപ്പോൾ ഒരു മഴയ്ക്ക് ശേഷം നമ്മൾ ആ ഒരു പോട്ടുകളിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കാടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഒന്ന് പറിച്ച് ക്ലീൻ ആക്കിയതിന് ശേഷം നമ്മളത് ഇങ്ങോട്ടേക്ക് അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. അതേപോലെ തന്നെ അതാ ഞാൻ ഇപ്പോൾ പിടിച്ച് നിൽക്കുന്നത് നമ്മുടെ കറ്റാർവാഴ ആട്ടോ. അപ്പോൾ ആ ഒരു കറ്റാർവാഴ നമ്മൾ ചെറിയൊരു തൈ നമ്മൾ പറിച്ച് നട്ടിട്ടുള്ളായിരുന്നേ. നമ്മുടെ ഇവിടെ തന്നെ ഉണ്ടായിരുന്ന തൈ നമ്മൾ പറിച്ച് നട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഇപ്പോൾ നല്ല ഹെൽത്തി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നോക്കി അതിൻ്റെ അടിയിലാണെങ്കിൽ ചെറിയൊരു ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലൂടെ വേസ്റ്റ് ആയിട്ടുള്ള വെള്ളമൊക്കെ അങ്ങനെ താഴേക്ക് പോയി നല്ല ഹെൽത്തി ആയിട്ടാണ് നിൽക്കുന്നത്. ഇപ്പോൾ എന്തായാലും പിന്നെ നമ്മൾ മിറ്റൊക്കെ അടിക്കാൻ പോകുന്നതിന് മുന്നായിട്ട് നമ്മൾ തോരനൊക്കെ അടുപ്പിൽ വെച്ചിട്ടാണല്ലോ വന്നിട്ട്. അപ്പോൾ നമ്മുടെ പയർ തോരനൊക്കെ നന്നായിട്ട് ആയിട്ടുണ്ട്. ഈ ഒരു പയറൊക്കെ പെട്ടെന്ന് തന്നെ വെന്തു കേട്ടോ. ഒരുപാട് ടൈമൊന്നും വേണ്ട കേട്ടോ വേവിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്താ തോരനൊക്കെ ഞാൻ ഇതാ മാറ്റിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ അടുപ്പിൽ ഞാൻ ചോറാട്ടോ വെച്ചിട്ടുള്ളത്. മൺകലത്തിലാട്ടോ ചോറ് വെച്ചിട്ടുള്ളത്. അപ്പം നമുക്ക് ചോറായിട്ട് വേണം നമ്മുടെ അടുപ്പൊക്കെ ഒന്ന് തേച്ച് കഴുകണം. അതേപോലെ തന്നെ ഇപ്പോൾ മഴയൊക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് തീ കത്താനൊക്കെ നല്ല പാടായിരിക്കും കേട്ടോ. വിറകടുപ്പൊക്കെ കത്തിക്കുന്നവർക്ക് അറിയുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ നോക്കി നമ്മുടെ ഈ ഒരു അടുപ്പിൻ്റെ ചുറ്റും ആ ഒരു ചൂട് തട്ടുന്ന ഒരു ഏരിയയിൽ മൊത്തത്തിൽ ഇതുപോലെ വിറകിനെ അടുക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ചൂടിൽ നന്നായിട്ട് തന്നെ കുറേയൊക്കെ ഉണങ്ങിക്കോളും. അതേപോലെ തന്നെ ഇത് നമ്മുടെ പയർ വിത്ത് ഉണങ്ങാൻ വേണ്ടി വെച്ചിട്ടില്ല. നമ്മുടെ വള്ളിപ്പയറിൻ്റെ വിത്ത് തന്നെയാണ്. എല്ലാവരും നല്ല അനുസരണയായിട്ട് വിളിക്കുമ്പോഴത്തേന് ഓടി വരും. അപ്പോൾ ഈ ഒരു ഭാഗത്ത് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. എന്തായാലും ഒരു ടൈം ആയിക്കഴിഞ്ഞാൽ പിന്നെ അവർ കറക്റ്റ് നമ്മുടെ വീട്ടിലേക്ക് എത്തും കേട്ടോ. കാരണം അവർക്ക് അരിയോ കൊന്നുമ്പോൾ എന്തെങ്കിലും നമ്മൾ കൊടുക്കുന്ന അറിയാത്തതുകൊണ്ട് തന്നെ അവർ ആ ഒരു കറക്റ്റ് ടൈമിൽ ഇന്ന് കുറച്ച് നേരത്തെ എത്തിയിട്ടുണ്ട്. എന്താണെന്നറിയില്ല കേട്ടോ. അപ്പോൾ എന്താണ് നമ്മൾ വയറ് നിറച്ച് കഴിക്കാൻ വിടുന്നത് അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അരി ഞാൻ കൊടുത്തോളാം എന്ന് പറഞ്ഞത് എൻ്റെ കയ്യിൽ നിന്ന് പാത്രമൊക്കെ വാങ്ങിയിട്ടുണ്ട്. അവരെ വിളിച്ചത് കൊടുക്കുന്നതൊക്കെ ഉണ്ട് കേട്ടോ അവനെക്കുട്ടി. അപ്പോൾ അവൾക്കിത് അങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടി ഒരുപാട് ഇഷ്ടമാണ്. അപ്പോൾ ഇതാ ഇപ്പോഴും തെളിഞ്ഞിട്ട് തന്നെയാണ് കേട്ടോ നിൽക്കുന്നത്. അങ്ങനെ മഴയൊന്നും അങ്ങനെ പെയ്തിട്ടൊന്നുമില്ല. എന്നാലും ചെറിയൊരു മൂടലിൻ്റെ ഒരു സെറ്റപ്പും കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് നമ്മൾ ഈ ഒരു ഏരിയയിലാട്ടോ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് കഴിച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു നല്ലൊരു ചെനക്കലുണ്ടാവും. നന്നായിട്ട് ചെനക്കി പെറുക്കി
അതിൻ്റെ ഇടയിൽ നിന്ന് എന്തൊക്കെ കിട്ടാണ്ടോ അത് മൊത്തം കഴിച്ചിട്ടാട്ടോ ഇവരിന് ഇവിടെ നിന്ന് പോവുള്ളൂ. അപ്പോൾ എന്നാലും അവർ കഴിക്കട്ടെ. ഒരാളിത് കാര്യമായിട്ട് ഇട്ട് കൊടുത്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ മുട്ടയിടാൻ വേണ്ടി ഓരോരുത്തരായിട്ട് വരും കേട്ടോ. അത് കഴിഞ്ഞാൽ പിന്നെ നേരെ നമ്മുടെ പറമ്പിലേക്ക് അങ്ങ് പോകട്ടെ. പിന്നെ കൂടുതൽ ടൈം അവിടെ തന്നെയാണ് കേട്ടോ. പിന്നെ ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് വരും. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ വയറ് നിറച്ച് നേരെ അങ്ങോട്ടേക്ക് പോകും. അപ്പോൾ എന്തായാലും അവർ കഴിക്കട്ടെ. അപ്പോൾ നമുക്കിനി പോയിട്ട് കുറേ തുണികൾ അലക്കാൻ കേട്ടോ. അപ്പോൾ എന്തായാലും മഴയ്ക്ക് മുന്നായിട്ട് അതൊക്കെ ഒന്ന് ചെയ്യട്ടെ. അങ്ങനെ എന്തായാലും നമ്മളിപ്പോൾ അലക്കിയിട്ടതൊക്കെ നമ്മളിതാ വേറൊരു അഴയിലാട്ടോ പോയിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ ഇട്ടുകൊണ്ടിരിക്കുന്നത് മൊത്തം നമ്മൾ ഇന്നലെ അലക്കിയിട്ടത് കുറച്ചുകൂടി ഒന്ന് ചെറിയൊരു നനവുണ്ട് കേട്ടോ. കാരണം ഇന്നലെ നമുക്ക് വലിയ വെയിലൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. എന്നാലും മഴ കുറവുണ്ടായിരുന്നു കേട്ടോ എന്നത്തേനെ അപേക്ഷിച്ചിട്ട്. അപ്പോൾ എന്തായാലും അതൊന്ന് ഇന്നിപ്പോൾ ഒരു കുറച്ച് നേരത്തെ ഒരു വെയിൽ കിട്ടിക്കഴിഞ്ഞാൽ അത് നന്നായിട്ടൊന്ന് ഉണങ്ങിക്കോളും. പിന്നെ നമുക്ക് മടക്കി വയ്ക്കാമല്ലോ. അപ്പോൾ എന്തായാലും അത് നന്നായിട്ടൊന്ന് ഉണങ്ങട്ടെ. തണുത്തൊരു കാറ്റൊക്കെ വീശുന്നുണ്ട് കേട്ടോ ചെറുതായിട്ട്. പിന്നെ ഇപ്പോൾ മഴയില്ലെങ്കിലും കുറച്ച് കാറ്റൊക്കെ വീശിയാലും തുണികളൊക്കെ ആയാലും കുറച്ചൊന്ന് വെള്ളമൊക്കെ ഒന്ന് ഉണങ്ങി കിട്ടിക്കഴിഞ്ഞാൽ തന്നെ ഇനിയിപ്പം നമുക്ക് മഴ പെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും വലിയൊരു ടാസ്ക് വിറകും അതുപോലെ തന്നെ ഇതുപോലത്തെ തുണികൾ ഉണക്കൽ അങ്ങനത്തെയൊക്കെ തന്നെ ആയിരിക്കും. അപ്പോൾ എന്തായാലും കുറച്ച് നേരം കൂടി മഴ പെയ്യാതെ ഇരിക്കട്ടെ. അതേപോലെ തന്നെ ഇവിടെ നിന്നുള്ള വ്യൂ നല്ലൊരു അടിപൊളി വ്യൂ ആട്ടോ. ഇവിടെ നോക്കി ഇവിടെ ഇങ്ങനെ ഒരുപാട് വള്ളിക്കൂട്ടങ്ങളും മരങ്ങളൊക്കെ ആയിട്ട് നല്ല രസമായിട്ട് ഇവിടെ നിന്ന് നോക്കുമ്പോൾ. പിന്നെ കൂടെ ചെറിയൊരു തണുത്ത കാറ്റും കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയാണ്. പക്ഷേ മഴ അങ്ങ് പെയ്തു തുടങ്ങിയാൽ പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്കൊന്നും കാണില്ല. കാരണം കോടയും കൂടി ഇറങ്ങി കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു തെളിഞ്ഞിരിക്കുന്ന പോലെ ഒന്നും ആയിരിക്കില്ല കേട്ടോ. മൊത്തം ഒരു പുകമയായിരിക്കും. നമുക്ക് ചുറ്റുള്ള ഒന്നും കാണാൻ വേണ്ടി പറ്റില്ല കേട്ടോ. അത്രത്തോളം ഇങ്ങനെ തിക്കായിട്ടായിരിക്കും കോട ഇറങ്ങാറുള്ളത്. അപ്പോൾ എന്തായാലും ഇപ്പോൾ കുഴപ്പമില്ല, തെളിഞ്ഞിങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും കുറച്ചുകൂടി കേട്ടോ വിരിച്ചിടാൻ വേണ്ടി അതുകൂടി ഒന്ന് വിരിച്ചെന്നിടട്ടെ. പിന്നെ ഇതാ ഞാൻ എങ്ങോട്ട് ഇറങ്ങിയാലും അവിടേക്ക് ഇതാ പതിവ് തെറ്റിക്കാതെ വാല് പോലുള്ള നമ്മുടെ ആവണിക്കുട്ടി ഇതാ ഇന്നും പതിവ് തെറ്റിക്കാതെ കൂടെ വന്നിട്ടുണ്ട് കേട്ടോ. വേറൊന്നും പറ്റുന്നില്ല കേട്ടോ. കാരണം ഇതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ കുറച്ച് വിറകൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ എങ്ങനെയൊക്കെയോ അത് എത്തിയിട്ടുണ്ട് കേട്ടോ. എന്തായാലും അവിടെ നിന്ന് നിൽക്കുന്നില്ല കേട്ടോ. അവിടെ നിന്ന് മേളിലേക്ക് കയറി വരുവാണ്. ഞാൻ നിൽക്കുന്ന ആ ഒരു മരത്തിൻ്റെ പൊക്കത്തേക്ക് നിൽക്കാനുള്ള പരിപാടി തോന്നുന്നുണ്ട്. അപ്പോൾ ഞാൻ എടുത്തിട്ടുണ്ട് എന്തായാലും. അതേപോലെ തന്നെ ഞങ്ങളുടെ ഫുഡ് കഴിക്കൽ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ രാവിലെ ദോശ ഉണ്ടാക്കി എന്ന് പറഞ്ഞപ്പോൾ ദോശയെല്ലാം കഴിച്ച് ഇനി ഇതാ നമ്മുടെ ആവണിക്കുട്ടി ഒന്ന് കുളിപ്പിക്കണം. എണ്ണ തേച്ചൊരു 10 മിനിറ്റ് നിർത്തിയതിന് ശേഷം കേട്ടോ കുളിപ്പിക്കാറ്. ഇപ്പോൾ ഒരു 2-3 ദിവസമായിട്ട് തല അങ്ങനെ ഞാൻ കുളിപ്പിക്കാറില്ല കേട്ടോ. നല്ല മഴ തന്നെയാണ്. അതുകൊണ്ട് തന്നെ മെയിൽ മാത്രം കുളിപ്പിക്കും. തല അല്ലാതെ ഞാൻ ജസ്റ്റ് ഒന്ന് തുടച്ചെടുക്കാറാണ്. അപ്പോൾ ഇന്നിപ്പോൾ അങ്ങനെ മഴയൊന്നും ഇത്ര നേരം പെയ്യാത്തതുകൊണ്ട് തന്നെ എന്തായാലും നേരത്തെ തന്നെ നമുക്ക് കുളിപ്പിക്കാം മഴയ്ക്ക് മുന്നായിട്ട്. അങ്ങനെ തന്നെ ഞാൻ അവളെ എണ്ണയൊക്കെ തേച്ച് നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ കുളിപ്പിക്കാം. അപ്പോൾ നമുക്കിതൊരു തേങ്ങ പൊതിക്കേണ്ട. കാരണം നമുക്ക് കറി വെക്കാറുണ്ട്. അപ്പോൾ നമ്മൾ മുതിരയാണ് കറി വെക്കാൻ വേണ്ടി പോണത്. അപ്പോൾ രാവിലെ നമ്മൾ തേങ്ങ പൊതിച്ചിട്ടുണ്ടായിരുന്നത് 2 ദിവസം മുന്നേ പൊതിച്ച തേങ്ങയായിരുന്നു. അപ്പോൾ എന്തായാലും നമ്മൾ തോരൻ വെക്കാനും അതുപോലെ തന്നെ ചട്നിയൊക്കെ അരച്ചപ്പോഴത്തേനും തേങ്ങ തീർന്നു കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ഒരു തേങ്ങ പൊതിച്ചെടുക്കാം. ചിലപ്പോഴൊക്കെ തേങ്ങ പൊതിക്കാവുന്ന പ്രാന്ത് തരും കേട്ടോ. കാരണം എത്ര പൊതിച്ചാലും ചിലതൊന്നും കിട്ടുകയില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഇത് വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇതിന് അത്യാവശ്യം വലിയ തേങ്ങയും കൂടിയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് പൊതിച്ചെടുക്കട്ടെ. ചകിരിയുടെ ഉൾഭാഗം കുറച്ചുകൂടി ഉണങ്ങാനിടുന്നത് നമുക്ക് അടുപ്പിൻ്റെ ആ ഒരു ഭാഗമൊക്കെ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ 2 ദിവസം കൊണ്ട് തന്നെ നന്നായിട്ട് ഉണങ്ങി നമുക്ക് തീയൊക്കെ കത്തിക്കാൻ നല്ലതാട്ടോ. തീയൊക്കെ പിടിച്ച് വരുന്നൊരു ടൈമിലൊക്കെ ഒന്ന് ഇട്ട് കൊടുത്ത് കുറച്ച് നേരമൊക്കെ നമുക്ക് നന്നായിട്ട് കത്തിക്കാനൊക്കെ പറ്റും. അങ്ങനെ ഞാൻ തേങ്ങ പൊതിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഇരുന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ എണ്ണയൊക്കെ തേച്ച് നിർത്തിയ ആളാട്ടോ. ആളിതാ ഞാൻ വന്നതിൻ്റെ പുറകിൽ ഇതാ വന്നിട്ടുണ്ട് കേട്ടോ. വന്നത് മാത്രമല്ല കേട്ടോ, നമ്മളിവിടെ ഒരു ഏണി വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ ടെറസിൻ്റെ മുകളിലേക്ക് ഒരു സാധനങ്ങളൊക്കെ ഉണക്കാൻ വേണ്ടി ഇടാനൊക്കെ ആയിട്ട്. അപ്പോൾ ഒരു ഏണിയുടെ പൊക്കത്തേക്ക് ഇതൊക്കെ കയറാനുള്ള ശ്രമം കേട്ടോ. അപ്പോൾ തന്നെ പെട്ടെന്ന് തേങ്ങ പൊതിച്ചിട്ട് പോയി എടുക്കില്ല. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ തേങ്ങ പൊതിച്ച് കഴിയുമ്പോഴത്തേന് അവൾ ചിലപ്പോൾ ടെറസിൻ്റെ മണ്ടയിൽ എത്തിക്കളയും. അപ്പോൾ അവൾ പറയണത് വേറെ ഒന്നുമല്ല, ഞാനൊരു ഏണിയുടെ പൊക്കത്ത് കൂടെ കുറച്ച് ആളുടെ നിക്കറുകളൊക്കെ ഉണങ്ങാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ എന്തായാലും അവളുടെ നിക്കർ ഉണങ്ങിയെന്നൊക്കെ കേട്ടോ പറഞ്ഞത്. 1-2 എടുത്ത് കയ്യിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ നോക്കി നന്നായിട്ട് ഉള്ളിൽ വെള്ളമുള്ള തേങ്ങയാണ്. നന്നായിട്ട് കുലുങ്ങുന്നുണ്ട്. അതുപോലെ തന്നെ അത്യാവശ്യം നല്ല വലിപ്പം ഉണ്ട് കേട്ടോ തേങ്ങ. അപ്പോൾ നമുക്ക് കൊണ്ടുപോയിട്ടിരുന്നാലും കറി വെക്കുക. അതേപോലെ തന്നെ അതിന് ശേഷം നമ്മുടെ ആവണിക്കുട്ടി ഒന്ന് കുളിപ്പിക്കണം. കുറച്ചധികം പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ നല്ല പെട്ടെന്ന് വിട്ടതൊക്കെ ഒന്ന് ചെയ്യട്ടെ. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ കുറച്ച് വിറകൊക്കെ ഒന്ന് എടുത്ത് പുറത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒന്ന് ഉള്ളൊക്കെ ഒന്ന് ഉണങ്ങാനുള്ള വിറകുകളൊക്കെ. അപ്പോൾ എന്തായാലും നമുക്ക് കറി വെക്കാം കേട്ടോ. കറി വെച്ചതിന് ശേഷം കാണാം. അങ്ങനെ ഗൈസ് മഴയ്ക്ക് മുന്നായിട്ട് നമ്മുടെ ഓൾമോസ്റ്റ് എല്ലാ പരിപാടികളും കഴിഞ്ഞിട്ടുണ്ട്. ആ കുയിലൊക്കെ അവിടെ നിന്ന് കൂകി വിളിക്കുന്നുണ്ട് കേട്ടോ ബാക്ക്ഗ്രൗണ്ടിൽ കൂടെ. അതേപോലെ തന്നെ നമ്മളിപ്പോൾ നിൽക്കുന്നതിൻ്റെ തൊട്ട് പുറകിലായിട്ട് 2 ടൈപ്പ് ശംഖുപുഷ്പമായിട്ടുള്ളത്. എൻ്റെ തൊട്ടടുത്തായിട്ട് നിൽക്കുന്ന ഈ ഒരു ശംഖുപുഷ്പം നല്ല ബ്ലൂ കളറാണ്. ഒത്തിരി പൂവുണ്ടായിട്ടുണ്ട് കേട്ടോ. നല്ല ബ്ലൂ കളറുള്ള ഒത്തിരി പൂക്കളാണ്. താഴെക്കൂടെയും മേലെക്കൂടെ അതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ ആയിട്ട് നിറച്ചിങ്ങനെ നിൽക്കുക കേട്ടോ. അതേപോലെ തന്നെ ഈ ഒരു പൂവിൻ്റെ സ്ട്രക്ചർ അതൊരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. ആ ഒരു സെൻട്രലായിട്ടൊരു വൈറ്റൊക്കെ വന്നിട്ട് നല്ല രസമാട്ടോ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും ഒത്തിരി പൂ വിരിഞ്ഞ് നിൽക്കുന്നുണ്ട് ഇന്നായാലും. കുറച്ച് ഞാൻ അതാ പറിച്ചെടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ചെറിയ രീതിയിൽ മഴ ഇതാ പൊടിയാൻ തുടങ്ങിയിട്ടുണ്ട്. ചെറിയൊരു വെയിലും കാണുന്നുണ്ട് കേട്ടോ. എന്താ അവസ്ഥ എന്നൊന്നും അറിയില്ല. അപ്പോൾ എന്തായാലും നമ്മുടെ കുഞ്ഞു വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. നല്ല വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യാൻ മറക്കുക. നല്ല വീഡിയോ ആയിട്ട് നാളെ കാണാം.